നമസ്കാരം. യൂണിറ്റുകൾ കൺവേർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു. ഇതുപോലെ മറ്റൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. വളരെ ഈസി ആയിട്ടുള്ളതാണ്. പല എക്സാമ്പിൾസും മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. ശരിക്കും ന്യൂട്ടൺ എന്ന് പറഞ്ഞ യൂണിറ്റ് ഫോഴ്സിൻ്റെ യൂണിറ്റാണല്ലേ. ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. ഇത് SI സിസ്റ്റമാണ്. SI സിസ്റ്റം. ഇതേപോലെ ഫോഴ്സിൻ്റെ CGS സിസ്റ്റമുണ്ട്. അതാണ് ഡൈൻസ്. നിങ്ങൾ ചെറിയ ക്ലാസ് കേട്ടിട്ടുണ്ടാവില്ല. ഡൈൻസ് എന്ന് പറയുന്നത് CGS യൂണിറ്റാണ്. ഇതും ഫോഴ്സ് തന്നെയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാറ്റമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ന്യൂട്ടനെ ഡൈൻസിലോട്ട് മാറ്റാം. ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. 1 Newton is equal to how many dynes? അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ന്യൂട്ടൺ ഫോഴ്സാണ് അല്ലേ. ഇത് ഡൈൻസും ഫോഴ്സാണ്, പക്ഷേ രണ്ടും 2 യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ N1 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഇതാണ്. N1 N2 കണ്ടെത്തണം. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫോഴ്സാണ് അല്ലേ. സോ നമ്മളാദ്യം ഡയമെൻഷൻ എഴുതും. ഡയമെൻഷൻ ഓഫ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ mL/T⁻². സോ ABC 3 നമ്മൾ എടുത്തെഴുതുന്നു. A = M മുകളിൽ കിടക്കുന്നതാണ് അല്ലേ. 1. B എന്ന് പറഞ്ഞാൽ L മുകളിൽ കിടക്കുന്നത്. 1. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T മുകളിൽ കിടക്കുന്ന പവർ -2. അത് 3 എടുത്തെഴുതി. ഇനി നമുക്ക് ഒരു റിലേഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയിരുന്നു. N2 = N1 N2 M1/M2 അല്ലേ. ദി ഹോൾ റൈസ് ടു A, L1/L2 ദ ഹോൾ റൈസ് ടു B, T1/T2 ദ ഹോൾ റൈസ് ടു C. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് അല്ലേ. M1 ആദ്യത്തെ സിസ്റ്റം അല്ലേ, ആദ്യത്തെ SI സിസ്റ്റമാണ്. സോ അതുകൊണ്ട് 1 കിലോഗ്രാം ഡിവൈഡ് ബൈ രണ്ടാമത്തെ CGS സിസ്റ്റമാണ്. സോ 1 ഗ്രാം എന്ന് എഴുതും. റൈസ് ടു എയുടെ വില എത്രയാണ്? 1 അടുത്ത ലെങ്ത്ത് SI സിസ്റ്റം ആകുമ്പോൾ 1 മീറ്റർ ഡിവൈഡ് ബൈ CGS സിസ്റ്റം ആകുമ്പോൾ 1 സെൻറ്റിമീറ്റർ. B 1. അടുത്ത T1/T2 അല്ലേ, രണ്ടിലും സെക്കൻഡ് തന്നെയാണ്. റൈസ് ടു C എത്ര? -2 = 1 കിലോഗ്രാമിന് ഇനി നമ്മൾ ഗ്രാമിലേക്ക് മാറ്റും. കാരണം നമുക്ക് മാറ്റേണ്ടത് CGS സിസ്റ്റത്തിലേക്കാണ്. സോ 1000 ഗ്രാം ബൈ 1 ഗ്രാം അല്ല ഇൻറ്റു 1 മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുക. അപ്പോൾ 100 സെൻറ്റിമീറ്റർ ബൈ 1 സെൻറ്റിമീറ്റർ റൈസ് ടു 1 പ്രശ്നമില്ല, വിലയ്ക്ക് മാറ്റം വരുന്നില്ല. ഇത് 1 സെക്കൻഡ് തന്നെയാവും. 1 സെക്കൻഡ് ബൈ 1 സെക്കൻഡ് റൈസ് ടു -2. ഗ്രാം കട്ട് ചെയ്യപ്പെടുന്നു, സെൻറ്റിമീറ്റർ പോകുന്നു, സെക്കൻഡ് പോകുന്നു. ബാക്കി എത്ര 0 ഉണ്ട്? 1 2 3 4 5. സോ 10⁵ ഈസ് ദി ആൻസർ. ഇതെത്ര കിട്ടും? എനി ക്വാണ്ടിറ്റി റൈസ് ടു അല്ല സോറി ഇത് 1⁻² എന്ന് വരും. 1⁻² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയല്ലോ. അപ്പോൾ ഈ ക്വാണ്ടിറ്റി 1 ആയിപ്പോവും. 1ൻ്റെ ഏത് പവറും 1 തന്നെയാണ്. 1ൻ്റെ ഇത് 1⁻² അല്ലെ 1⁻1000 1⁻2000 എല്ലാം 1 തന്നെയാണ്. അപ്പോൾ അത് 1 ആയിപ്പോവും. ബാക്കി 10⁵. സോ N2ൻ്റെ വില കിട്ടി. നൗ യു സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. എവിടെയാണ്? 1 Newton ഈസ് ഈക്വൽ ടു ഹൗ മെനി ടൈംസ്? അപ്പോൾ യു വിൽ ഗെറ്റ് 1 Newton ഈസ് ഈക്വൽ ടു ഹൗ മെനി ടൈംസ്? 10⁵5 ടൈംസ്. You will get an answer like this. 1 Newton is equal to 10⁵5 times. Okay. ഒരു ചോദ്യം കാണിച്ചിരിക്കുന്നു. ദിസ് ഈസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഈസ് equal to 6.67 × 10⁻11 Newton m², kg⁻² is equal to dash cm³ second⁻², gram⁻1. ഇതേപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ.
പിന്നെ കുറച്ചും കൂടി ഒരു എളുപ്പ വഴി ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത്രയൊക്കെ എഴുതി കണ്ടെത്തുന്നതിന് വരെ വേറൊരു രീതിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിന് നമുക്ക് ഇതാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 6.67 ഇൻറ്റു 10⁻⁻11 ഇൻറ്റു ഈ ന്യൂട്ടൺ അല്ലേ, ഇതെല്ലാം SI സിസ്റ്റമാണ്, ഇത് CGS സിസ്റ്റമാണ്. അപ്പോൾ SI സിസ്റ്റത്തിൽ ആദ്യം ന്യൂട്ടണെ മാറ്റാം. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു 10⁵5 ഡൈൻസ് ആണല്ലേ. 10⁵5 ഡൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CGS സിസ്റ്റമാണ്. അപ്പോൾ ഇതും എല്ലാം CGS സിസ്റ്റമാണ്. അപ്പോൾ ശരിക്കും 10⁵5 ആയി, അപ്പോൾ അത് CGS ആയി മാറി. ഇൻറ്റു ഇനി നമുക്ക് അറിയേണ്ടത് മീറ്റർ സ്ക്വയർ അല്ലേ, മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ഡൈൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ ഇപ്പോൾ ന്യൂട്ടൺ കണ്ടു. ഈ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ അറിയണം. ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. ഫോഴ്സ് ഈക്വൽ MA ആണ്. നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്. F ഈക്വൽ MA. M എന്ന് പറഞ്ഞാൽ മാസ്സാണ്, അത് കിലോഗ്രാം. ആക്സിലറേഷൻ m/s², m/s²-2. ശരിക്കും ഇതാണ് ന്യൂട്ടൺ. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് CGS യൂണിറ്റ് നമ്മൾ എഴുതുമ്പോൾ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഗ്രാം, മീറ്റർ, സെൻറ്റിമീറ്റർ, s²-2. ശരിക്കും ഇതാണ് ഡൈൻസ്. ഇത് ന്യൂട്ടൺ, ഇത് ഡൈൻസ്. അപ്പോൾ നമ്മളിവിടെ നേരിട്ട് 10⁵5 എന്ന് എഴുതി. അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ന്യൂട്ടനെ ഈ രീതിയിൽ മാറ്റണം. ഗ്രാം, സെൻറ്റിമീറ്റർ, s²-2 അതിലോട്ട് കൺവെർട്ട് ചെയ്യണം ഈ ന്യൂട്ടനെ. അല്ലെങ്കിൽ ആദ്യം ന്യൂട്ടനെ കിലോഗ്രാം ആക്കിയതിന് ശേഷം വേണമെങ്കിലും ആൻസർ ചെയ്യാം, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതേപോലെ 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ, കിലോഗ്രാം മീറ്റർ s²-2. സോ അങ്ങനെ എഴുതുന്നു, കിലോഗ്രാം മീറ്റർ s²-2. അടുത്ത മീറ്റർ സ്ക്വയർ, പിന്നെ കിലോഗ്രാം (2). ഇനി വേണമെങ്കിലും മാറ്റാം. അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ. കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം (2) അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കിലോഗ്രാം (-1) മീറ്ററും മീറ്റർ സ്ക്വയറുടെ മീറ്റർ ക്യൂബ് ഇൻറ്റു s²-2 ഇസിക്കൽ ടു കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് മാറ്റുമ്പോൾ നമുക്കറിയാം 1000 ഗ്രാം റേസ്റ്റ്. ഇപ്പോൾ കിലോഗ്രാമിനെ ഗ്രാമിനോട്ട് നോക്കാൻ 1000 ഗ്രാം എന്ന് എഴുതിയിട്ട് (1). അതേപോലെ മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടാക്കാൻ 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയിട്ട് (3). ഇതിപ്പോൾ മീറ്ററാണ്, 1 മീറ്ററാണ് 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് അതേപോലെ തന്നെ (-2) ഇസിക്കൽ ടു, ഇനി നോക്കാം, ആൻസർ നോക്കാം. ഇവിടെ നമുക്ക് 1000 (-1) എന്നാണ്, ഇൻറ്റു g⁻⁻1. ഇത് 100⁻³ എന്നാണ്, ഇൻറ്റു സെൻറ്റിമീറ്റർ ക്യൂബ് ഇൻറ്റു s²-2 അല്ലേ. 1000⁻⁻1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/1000 ആണ്, ഇൻറ്റു ഇനി 100³ 100³ എന്ന് പറയുമ്പോൾ എത്ര പൂജ്യം വരും? 100 ഇൻറ്റു 100 അല്ലേ, ഇൻറ്റു ബാക്കി എഴുതാം, ഇൻറ്റു സെൻറ്റിമീറ്റർ ക്യൂബ് s²-2 g⁻⁻1. കാരണം എന്താ, ഇവിടെ അതേ കണക്കല്ലേ കാണിച്ചിരിക്കുന്നത് ചോദ്യത്തിൽ, അതുകൊണ്ട് ആ ഓർഡറാക്കി ഞാൻ എഴുതുന്നു. സെൻറ്റിമീറ്റർ ക്യൂബ് s²-2 g⁻⁻1. ഇനി ഈ 4 സീറോയും ഇവിടെ നിന്നൊരു ഈ 3 സീറോയും ഇവിടെ നിന്നൊരു 3 സീറോയും കട്ട് ചെയ്യും. യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 1000 മീൻസ് 10³ 10³ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇവിടെ ഇതിങ്ങനെ വരും 2 g⁻⁻1 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇതെടുത്ത് എഴുതാം 6.67
67 ഇൻറ്റു 10⁻⁻11 അത് താഴെ അതേ കണക്ക് വരുന്നതാണ്. ഇൻറ്റു 10³ പിന്നെ യൂണിറ്റ് ഫിസിക്കൽ ടു ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 6.67 ഇൻറ്റു 10⁻⁻, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും അല്ലേ? -8 വരും. 10⁻⁻8 അത്രയും cm³, (2) G⁻⁻1. ദിസ് വിൽ ബി ദ ആൻസർ. ഇതാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. 6.67 ഇൻറ്റു 10⁻⁻8 എന്ന് ഈ ചോദ്യത്തിൽ പൂരിപ്പിക്കണം. Then you will get the correct answer. Okay. See you.